നമസ്കാരം. ഈ വർഷത്തെ വിഷു ഫലങ്ങളിലേക്ക്, അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ നക്ഷത്ര ഫലങ്ങളിലേക്ക് സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് മേടം 1 2025 ഏപ്രിൽ 14 തിങ്കളാഴ്ച ഉദയാൽ പൂർവ്വം 7 നാഴിക 25 വിനാഴികയ്ക്ക് 3 മണി 21 മിനിറ്റിന് ചോതി നക്ഷത്രവും തുലാക്കൂറും കൃഷ്ണപക്ഷത്തിൽ പ്രഥമതിഥിയും വരാഹക്കരണവും വജ്രനാമനിത്യ യോഗവും കൂടുന്ന സമയത്ത് കുംഭം രാശിയോദയ സമയേ ഭൂമി ഭൂതോദയം കൊണ്ട് മഹാവിഷു സംക്രമം. ഈ വർഷത്തെ പൊതു വിഷുഫലം നോക്കുകയാണെങ്കിൽ ധാന്യസമൃദ്ധി, ലോകാഭിവൃദ്ധി, എന്നാൽ കലഹം, ദുർമരണങ്ങൾ, അനാവൃഷ്ടി, രാജാക്കന്മാർക്ക് യശോവൃദ്ധിയും കാണുന്നുണ്ട്. എന്നാൽ വർഷം 2 പറ വർഷമാണ്. കാലവർഷം 2 പറയാകയാൽ 20ൽ 10 ഭാഗം സമുദ്രങ്ങളിലും 6 ഭാഗം വനപർവ്വത മേഖലകളിലും വർഷിക്കുന്നത് കണക്കാക്കുമ്പോൾ വർഷം 4 ഇടങ്ങഴിയാണ് ബാക്കിയുള്ള മേഖലകളിൽ ലഭിക്കുന്ന കാലവർഷം. ഇത്തവണ മേടസംക്രമം ഞായറാഴ്ച ആയതിനാൽ സ്വൽപ്പവൃഷ്ടിയും വിഷു ചോതി നക്ഷത്രവും ആകയാൽ വർഷക്കുറവുമാണ് കാണുന്നത്. കൂടാതെ വരാഹക്കരണത്തിലായതുകൊണ്ട് തന്നെ അഗ്നിഭയം, യുദ്ധം, എന്നാൽ സസ്യാഭിവൃദ്ധിയും മറ്റു തരത്തിലുള്ള സമൃദ്ധികളും കാണുന്നുമുണ്ട്. ജനങ്ങൾക്ക് പലവിധത്തിലുള്ള ആപത്തുകളും ജലദൗർലഭ്യം, ഇടയ്ക്കിടെ ബഹുവർഷവും വർഷമധ്യവും അവസാനവും ധാന്യനാശവും ധനനാശവും കലഹങ്ങളും, ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഉന്നത സ്ഥാനങ്ങളിൽ നാശമോ യുദ്ധമോ യുദ്ധസമാനമോ ആയ ഭീതിയും ഇത്തവണത്തെ വിഷുഫലത്തിൽ കാണുന്നുണ്ട്. ഇനി സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളിലേക്ക്. ഓരോ ജന്മനക്ഷത്രത്തിലും ജനിച്ചവരുടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ വിഷുഫലത്തിൽ പ്രതിപാദിക്കുന്നുള്ളൂ. ഒരു വർഷത്തെ മുഴുവൻ ഗുണദോഷ ഫലങ്ങളും പറയുക സമയക്കുറവ് മൂലം അപ്രായോഗികമാണ്. വിദ്യാഭ്യാസം, പ്രണയം, വിവാഹം, ജീവിത പങ്കാളി, സന്താനങ്ങൾ, കുടുംബം, ജോലി, ബിസിനസ്, ശ്രദ്ധിക്കേണ്ടുന്ന മേഖലകൾ, ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, വഴിപാടുകൾ എന്നിവ തരംതിരിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. തൃക്കേട്ട നക്ഷത്രം ഉദ്യോഗം, ബിസിനസ്, വിദ്യാഭ്യാസം, വിവാഹം എന്നീ മേഖലകളിൽ മികച്ച ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വർഷമാണ് തൃക്കേട്ട നക്ഷത്ര ജാതർക്ക് ഈ വർഷം ഉള്ളത്. ഈ വർഷം ആരംഭിക്കുന്ന ആദ്യ നാളുകളിൽ തന്നെ ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒട്ടും തന്നെ അനുഭവിക്കേണ്ടി വരുന്നില്ല. നിങ്ങളുടെ കുടുംബത്തിനായി നടത്തുന്ന ഏത് തരത്തിലുള്ള നിക്ഷേപത്തിനും സമയം അനുകൂലമാണ്. മെയ് ജൂൺ മാസങ്ങളിലായി ചില ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരാനുള്ള സാധ്യതയും കാണുന്നു. എന്നാൽ പൊതുവെ ആരോഗ്യകാര്യത്തിൽ ഈ വർഷം നല്ലതാണെന്ന് പറയാം. ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനിടയുണ്ട്. മേലുദ്യോഗസ്ഥരുടെയും സഹജീവനക്കാരുടെയും പിന്തുണയും ലഭിക്കുന്നു. വിദ്യാർത്ഥികളാവട്ടെ ആഗ്രഹിക്കുന്ന തരത്തിൽ ഫലം ലഭിക്കുന്ന വർഷമാണ്. തൊഴിലില്ലാത്തവർക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നതായി കാണുന്നു. കുടുംബാംഗങ്ങളിൽ നിന്ന് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും പിന്തുണ ലഭിക്കുന്നതായാണ് കാണുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ സാധാരണമായിരിക്കും. കുടുംബജീവിതത്തിൽ ചില ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. ഈ വർഷത്തിൻ്റെ മധ്യത്തിൽ കുടുംബത്തിൽ ശുഭകരമായ ഒരു ചടങ്ങിനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ മംഗളകരമായ സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു ചടങ്ങിന് സാധ്യത കാണുന്നുണ്ട്. ഈ വർഷത്തെ പ്രാരംഭ മാസങ്ങൾ പ്രണയത്തിനും സ്നേഹത്തിനും അനുകൂലമാണെന്ന് കാണാം. വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് ഈ വർഷം അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താനും വളരെ സന്തോഷകരമായതും സന്തുഷ്ടി പ്രദാനം ചെയ്യുന്നതുമായ ഒരു കുടുംബജീവിതം നയിക്കുവാനും കഴിയുന്നതായാണ് കാണുന്നത്. സമ്പദ് വ്യവസ്ഥ, ബിസിനസ്, ഉദ്യോഗം തുടങ്ങി മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ഫലം പ്രതീക്ഷിക്കാവുന്ന വർഷം തന്നെയാണ്. ആരംഭത്തിൽ തന്നെ വളരെയധികം ഗുണപ്രദ ഫലദായകമാണെന്ന് കാണാം. സാമ്പത്തിക ലാഭം കണിശം. എന്നാൽ തിരികെ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവായതിനാൽ ശ്രദ്ധിക്കണം. പണം കടം നൽകാതിരിക്കുന്നതാവും ഉത്തമം. ഗ്രഹാധിപത്യത്തിൻ്റെ സ്വാധീനത്താൽ കുടുംബത്തിൽ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം. ഉദ്യോഗത്തിന്
അനുകൂലമായ വർഷമാണിത്. ജോലി മാറുന്നതിനോ ജോലിക്കയറ്റം ലഭിക്കുന്നതിനോ ഉള്ള യോഗം കാണുന്നുണ്ട്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വൻപിച്ച വിജയം നേടുവാനുള്ള ഉയർന്ന സാധ്യതയാണ് കാണുന്നത്. പ്രൊഫഷണൽ കോഴ്സുകൾക്കോ പ്രവേശനാപരീക്ഷകൾക്കോ തയ്യാറെടുക്കുന്നവർക്കും സമയം അനുകൂലം. കഠിനാധ്വാനവും ഭാഗ്യവും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരെ സഹായിക്കുന്നതായിട്ടാണ് കാണുന്നത്. കുടുംബത്തിൽ ഒരു പുതിയ അംഗം പ്രവേശിക്കുന്നതിന് യോഗം കാണുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വർഷത്തെ. ഇത് വിവാഹമല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ജനനം ആവാം, വിവാഹമാവാം, ഒരു കുഞ്ഞ് ജനിക്കുന്നതാവാം. വർഷത്തിൻ്റെ ആദ്യ പകുതി ദാമ്പത്യ ജീവിതത്തിന് വളരെ നല്ലതായിരിക്കും. പ്രണയബന്ധങ്ങൾക്കും പ്രണയത്തിനും ഈ വർഷം മഹത്കരമാണ്. എന്നാൽ വർഷാവസാനം വരെ ഒന്ന് ശ്രദ്ധയോടെ ചിട്ടയോടെ ജീവിതത്തെ നോക്കിക്കാണുന്നത് കൂടുതൽ ഫലാർഹം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ബിസിനസ് രംഗങ്ങളിലും ആരോഗ്യം, വിദ്യാഭ്യാസം, കുടുംബം എന്നീ രംഗങ്ങളിലും നല്ല ഗുണഫലങ്ങളാണ് ഈ വർഷം കരഗതമാകുന്നത്. സാമ്പത്തിക നേട്ടങ്ങൾ, വീട് പുതുക്കി പണിയുന്നതിനുള്ള സാഹചര്യം, വസ്തുവകകൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനുള്ള സാഹചര്യം, ആരോഗ്യകാര്യങ്ങളിൽ വർഷം മുഴുവനും അനുകൂല ഫലം തന്നെയാണ് കാണുന്നത്. ഔദ്യോഗിക കാര്യത്തിൽ മികച്ച ഫലങ്ങളുണ്ടാവും. ഈ കാലയളവിൽ നിങ്ങളുടെ വരുമാനം മികച്ചതായിരിക്കും. ജനുവരി മാസം കഴിയുമ്പോൾ ലക്ഷ്യം നേടുന്നതിന് കൂടുതൽ ശ്രമങ്ങൾ നടത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ വിദേശയാത്രയോ അല്ലെങ്കിൽ വിദേശത്തുള്ള ജോലിയോ അപ്രതീക്ഷിതമായി ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ആത്മീയ, രോഗശാന്തി, വൈദ്യം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട ഉദ്യോഗത്തിന് ഒരു പുതിയ ദിശാബോധം തന്നെ നൽകുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ സന്താനങ്ങൾക്കും പങ്കാളിക്കും അച്ഛനും അമ്മയ്ക്കും ഈ കാലയളവ് നല്ലതായിരിക്കും. പ്രണയകാര്യങ്ങളിലെ സ്ഥിരതയുണ്ടാവാൻ സാധ്യത കുറവാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് ജീവിതത്തിൽ പങ്കാളിയുമായി ഒരുമിച്ച് തന്നെ ജീവിതം ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. ഈ വർഷം ഓഗസ്റ്റ് മാസം അവസാന പാദങ്ങളോടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് പിൽക്കാലത്തേക്ക് ഗുണം ചെയ്യുന്നതായി കാണുന്നു. കുടുംബത്തിൽ ഒരു വിവാഹ ചടങ്ങ് നടക്കാനുള്ള യോഗം കണിശമായും കാണുന്നുണ്ട്. മതപരമായ പ്രവർത്തനങ്ങളിൽ പണം നിക്ഷേപിച്ചേക്കാം. ഏതെങ്കിലും അപകടകരമായ സംരംഭത്തിൽ നിങ്ങൾ പണം നിക്ഷേപിക്കുന്നതിന് മുൻപ് 2 തവണ ചിന്തിക്കുക. ഇനി അക്കാര്യം മാറ്റി ചിന്തിക്കുന്നതായിരിക്കും ഉചിതം. വർഷത്തിൻ്റെ തുടക്കത്തിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ശ്രദ്ധ തങ്ങളുടെ ആരോഗ്യത്തിലും വേണമെന്നുകൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. തൻ്റെ ഔദ്യോഗിക മേഖലയിൽ വളരെ അനുകൂല ഫലങ്ങളും പുരോഗതിയും പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശ വ്യാപാരത്തിനും ബന്ധങ്ങൾക്കും ഈ വർഷം അങ്ങേയറ്റം ശുഭമാണ്. ഏപ്രിൽ അവസാന പാദം മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ ഉദ്യോഗത്തിൽ ഉയർച്ചയുണ്ടാകുന്നു. ഈ കാലയളവിൽ നിങ്ങൾക്ക് വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ചില ഭാഗ്യാനുഭവങ്ങൾ ലഭിച്ചേക്കാമെന്നതാണ് കാണുന്നത്. കുടുംബത്തിനായി അടുത്ത ജനുവരി മാസത്തിലും ഈ വർഷത്തിൻ്റെ മധ്യത്തിലും ചില ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതായി കാണുന്നു. സഹോദരങ്ങളിലെ സന്താനങ്ങളിലും വിവാഹം അന്വേഷിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറി ഉത്തമ പങ്കാളിയെ ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ കർമ്മ രംഗങ്ങൾ എന്തായാലും, ജോലിയോ ബിസിനസ്സോ എന്തു തന്നെയായാലും, നിങ്ങളുടെ കർമ്മരംഗത്തിൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി അവരുടെ അഭിപ്രായങ്ങൾ കണക്കാക്കേണ്ടതാണ്. ഈ വർഷം അത് വളരെ ശ്രദ്ധിക്കണം. ഇനി അടുത്ത മാർച്ചോടെ ഉദര സംബന്ധമായ വയറിൽ ചില രോഗങ്ങൾ അലട്ടാൻ ഇടയുള്ളതുകൊണ്ട് തന്നെ ഭക്ഷണകാര്യങ്ങളിൽ, ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ അഭികാമ്യം. ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാൻ നിങ്ങൾക്ക് കഴിയും ഈ വർഷം. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർ, ബിസിനസ് വിപുലീകരിക്കുവാനോ ഒരു പുതിയ സംരംഭം സ്ഥാപിക്കുവാനോ ആലോചിക്കുന്നവർ, ആര് തന്നെയായാലും നിങ്ങളുടെ അതേ മേഖലയിലുള്ള ആളുകളുമായി ആലോചിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുക. എന്നാൽ
അതെല്ലാം തന്നെ നടപ്പാക്കേണ്ടത് ഈ വർഷാവസാനത്തോടെ മാത്രം മതിയാകുന്നതാണ്. വളരെ പെട്ടെന്ന് തിടുക്കത്തിൽ അത് നടപ്പിലാക്കേണ്ട ആവശ്യമില്ലെന്ന് സാരം. ഈ വർഷാവസാനത്തിൽ അത് ചെയ്യാവുന്നതാണ്. തങ്ങൾക്ക് കുടുംബത്തോടൊപ്പം ആവശ്യമായ സമയം ചിലവഴിക്കാൻ കഴിയാതെ വരുന്നതായി കാണുന്നുണ്ട്. എങ്കിലും ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും സമാധാനപൂർണവും സന്തോഷകരവുമായിരിക്കും. തങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അടുക്കും ചിട്ടയും വരുത്തേണ്ടുന്ന ഒരു പ്രധാന കാര്യം കൂടി പറഞ്ഞുകൊള്ളുന്നു. തൃക്കേട്ടക്കാർ മുഴുവൻ കേട്ടോളൂ. ഈ വർഷം മുഴുവൻ തന്നെ ഏതെങ്കിലും കാര്യത്തിലുള്ള തങ്ങളുടെ എതിർപ്പുകൾ മറ്റുള്ളവരോട് പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. പറയേണ്ട ആവശ്യമില്ലെന്ന് സാരം. ലഹരി, മദ്യം, മറ്റു മയക്കുമരുന്നുകൾ എന്നിവ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പൂർണ്ണമായും ഉപേക്ഷിക്കണം. ഉപയോഗിക്കാത്തവരാണെങ്കിൽ അത് ഉപയോഗിക്കാൻ തുടങ്ങേണ്ട ആവശ്യമില്ല. ഇതൊരു മുന്നറിയിപ്പാണ്. വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഈ കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ച് ഈ തരം സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന്. ഇനി തൃക്കേട്ടക്കാരുടെ രാശ്യാധിപൻ ചൊവ്വയും നക്ഷത്രാധിപൻ ബുധനും ആയതുകൊണ്ട് തന്നെ ചൊവ്വയും ബുധനും നിയന്ത്രിക്കുന്ന ചില സ്വഭാവവിശേഷങ്ങൾ കാണുന്നു. തൃക്കേട്ടക്കാർക്ക് നിങ്ങളുടെ ഉദ്യോഗം, ധനകാര്യം, ആരോഗ്യം, വിദ്യാഭ്യാസം, ബിസിനസ് എന്നിവയുൾപ്പെടെ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ മികച്ച ഫലങ്ങൾ നേടാൻ ഈ വർഷം തന്നെ സാധിക്കുന്നതാണ്. ദീർഘദൂരയാത്രകൾക്കോ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനോ ഉള്ള അവസരങ്ങൾ ഉണ്ടാകും. പക്ഷേ നിങ്ങളുടെ മൂർച്ചയേറിയ സംസാര ശൈലി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. വളരെ തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത്. ഈ വർഷം മുഴുവൻ ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്ത വർഷത്തെ പ്രാരംഭ മാസങ്ങളിൽ നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും പാലിക്കേണ്ടതുണ്ട്. പരിശ്രമങ്ങളിൽ വിജയം കൈവരിക്കുന്നു. ഒരു ബിസിനസ് ലാഭം നേടാൻ, പ്രത്യേകം ഒരു ബിസിനസ്സിൽ പ്രവേശിച്ച് ഒരു പ്രത്യേക ലാഭം നേടാൻ തന്നെ ഈ വർഷത്തിൻ്റെ അവസാനം, അടുത്ത വർഷത്തിൻ്റെ ആദ്യം സാധ്യതയുണ്ടെന്ന കാണുന്നത്. വിദേശ സ്രോതസ്സുകളിലൂടെയും നിങ്ങൾ സാമ്പത്തിക നേട്ടമുണ്ടാക്കി പ്രശസ്തിയുള്ളവനായിട്ടാണ് തെളിയുന്നത്. ഇനി നവഗ്രഹ ക്ഷേത്രങ്ങൾ, ശിവ, ദേവി, മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ എന്നിവ സന്ദർശിക്കുന്നതും യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും ദൈവാനുകൂല്യം വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങളുടെ രാശി നക്ഷത്ര ദോഷങ്ങൾ കുറയ്ക്കുന്നതിനും ഗുണഫലങ്ങൾ നേടിത്തരുന്നതിനും നിങ്ങളെ സഹായിക്കുന്നു. ഇത് വളരെ ശ്രദ്ധിക്കണം തൃക്കേട്ടക്കാർ. ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഓർമ്മിച്ച് ചെയ്യുക. അപ്പോൾ എല്ലാ നക്ഷത്ര ദോഷങ്ങളും രാശിദോഷങ്ങളും ഒക്കെ കുറച്ച് നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യ സമ്പദ് സമൃദ്ധികളും ഉണ്ടാവും. എല്ലാവർക്കും അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ ആചാര്യന്മാരുടെ വിഷു പുതുവത്സര ആശംസകൾ നേരുന്നു. സർവ്വ ഐശ്വര്യ സമ്പന്നമായ ഒരു വിഷു ആവട്ടെ ഇത്തവണ. അഗ്നിഹോത്രി ജീവിത നിയോഗ പ്രവചനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നിങ്ങളുടെ ജീവിതത്തിലെ കർമ്മദോഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ശരിയായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള അർഹത നേടിത്തരാനും ഈശ്വരൻ നിയോഗിക്കപ്പെട്ട ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, ബിസിനസ്, വിദേശയാത്ര, പ്രണയം, വിവാഹം, കുടുംബം, സന്താനങ്ങൾ തുടങ്ങി വ്യക്തിപരമായ കാര്യങ്ങളും സമൂഹം, രാഷ്ട്രീയം എന്നിങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള കാര്യങ്ങളെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കുവാനും ജീവിത പുരോഗതിയിലേക്ക് നയിക്കപ്പെടാനുമുള്ള ഭാവി കാര്യങ്ങൾ, ഭാവി കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുമായി ഇന്നു തന്നെ ഞങ്ങളെ ബിസിനസ് വാട്സപ്പിൽ കൂടിയോ ഇമെയിലിൽ കൂടിയോ ബന്ധപ്പെടും. ഫോൺ നമ്പർ, ഇമെയിൽ എന്നിവ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അഗ്നിഹോത്രി ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.